നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് പോകേണ്ടത് ഇസ്രയേലിലേക്കാണ്. ഇസ്രയേലിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അവിടുത്തെ പ്രതിപക്ഷം ഇപ്പോൾ ശക്തമായിട്ട് മുമ്പോട്ട് വന്നിരിക്കുകയാണ്. നെതന്യാഹു രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. രാജിവെച്ച് പുറത്തു പോകാനായിട്ടാണ് ഈ ഒരു പ്രതിപക്ഷം, അതായത് ഇസ്രയേലിലെ പ്രതിപക്ഷം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. യായിഡ് ലാപിഡ്, അതായത് മുൻ പ്രതിപക്ഷ നേതാവായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ അദ്ദേഹം പറയുന്നത് ഇസ്രയേലി സിറ്റിസൺസിനെ, അതായത് ഇസ്രയേലി നിവാസികളെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ബെഞ്ചമിൻ നെതന്യാഹു അവരുടെ രഹസ്യാന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്തു എന്നാണ് അദ്ദേഹം ഈ ഒരു വീഡിയോയിൽ കൂടി പറയുന്നത്. നെതന്യാഹു ഇപ്പോൾ നിരവധി പ്രതിസന്ധികൾക്കിടയിലാണ് നിൽക്കുന്നത്. നമുക്കറിയാം, ഗസയിലുള്ള യുദ്ധം, അതുപോലെ തന്നെ ഹൂതികളിൽ നിന്നുള്ള ആക്രമണം, ഹോസ്റ്റേജസിനെ വിട്ട് കിട്ടാത്തൊരവസ്ഥ. അതായത് ഇത്രയും വലിയ രാജ്യമാണ്, ഇത്രയും വലിയ സുരക്ഷാ സേനയാണ്, ഇത്രയും വലിയ ടെക്നോളജി പരമായിട്ട് വളരെയധികം മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യം എന്ന് പറയുമ്പോഴും ഇതുവരെ അവരുടെ ഹോസ്റ്റേജസിനെ അവർക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അതിന്റെ ചർച്ചകൾ, അതായത് വെടിനിർത്തലുമായി ബന്ധപ്പെടുത്തി, ബന്ദിഭോജനവുമായി ബന്ധപ്പെടുത്തി ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്നിരുന്നാലും ഈ ഒരു മൂവ്മെന്റ് വരെ നിരവധി ഹോസ്റ്റേജസ് ആണ് ഇപ്പോഴും ഹമാസിന്റെ പക്കലുള്ളത്. ഇതിനെല്ലാം പുറമേ ആയിട്ടാണ് ആഭ്യന്തരപരമായിട്ട് തന്നെ നെതന്യാഹുവിന് നേരിടേണ്ടി വരുന്ന വളരെയധികം പ്രതിസന്ധികൾ. അതായത് അദ്ദേഹത്തിനെതിരെ സമരങ്ങളും കാര്യങ്ങളും എല്ലാമായിട്ട് കുറേ പേർ മുമ്പോട്ട് വരുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം ഇടയിലാണ് ഇപ്പോൾ ഓപ്പോസിഷനും പ്രതിപക്ഷവും നെതന്യാഹുവിനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. അവരുടെ ആവശ്യം സുവ്യക്തമാണ്, അതായത് രാജിവെക്കുക, പുറത്തു പോകുക. അതിനിടെ ഹൂതീസ്, ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന ഹൂതീസ് ഇപ്പോൾ ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തിയിരിക്കുകയാണ്. നോർത്തേൺ ഇസ്രയേൽ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഈ ഒരു ആക്രമണം നടന്നിരിക്കുന്നത്. ബുധനാഴ്ച പുലർച്ചെ 4 മണിക്കാണ് ഈ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഹൈഫ, അതുപോലെ തന്നെ ക്രയോട്ട് തുടങ്ങിയ നഗരങ്ങളിൽ അപായ സൈറനുകൾ മുഴങ്ങുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന ഹൂതികൾ അവർ ബാലസ്റ്റിക് മിസൈൽ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരം മിസൈലുകൾ കണ്ടെത്തി നശിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിനിടെ അമേരിക്കയുടെ തന്നെ MQ-9 റിപ്പർ ഡ്രോണുകൾ ഹൂതികൾ വെടിവെച്ചിട്ടതായിട്ട് ഇപ്പോൾ ഹൂതികൾ ഒരു അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഓരോ MQ-9 റിപ്പർ ഡ്രോണുകളും ഏകദേശം $30 ബില്യൺ ഇതിന് ചെലവ് വരുന്നത്. അതായത് നമ്മുടെ ഒരു ഇന്ത്യൻ രൂപ കണക്കാക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 250 കോടി രൂപ. അതായത് ഒരു ഡ്രോണിന് ഏകദേശം 250 കോടി രൂപ വരുന്നുണ്ട്. ഇത്തരം അത്യാധുനികമായ ഡ്രോണുകളെയാണ് ഹൂതികൾ നശിപ്പിച്ചത് എന്ന് പറയുന്നത്. മറ്റൊരു വാർത്ത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്രയേലി സൈനികരെ ലക്ഷ്യമിട്ടുകൊണ്ട് അൽ ഖസാം ഇസ്രയേലി സൈനികരെ ലക്ഷ്യമിട്ടുകൊണ്ട് അവർ നടത്തിയൊരു സ്ഫോടനത്തിൽ ബെയ്റ്റ് ഹനൂൺ പ്രദേശത്താണ് ഈ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. 3 ഇസ്രയേലി സൈനികർക്കാണ് ഈ ഒരു ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. ഈ വാർത്ത ഇപ്പോൾ ഇസ്രയേലും സ്ഥിരീകരിച്ചിരിക്കുകയാണ്. നോർത്തേൺ ഗസയിൽ ഇസ്രയേലി ഫോഴ്സസ് നടത്തിയ ഒരു ഗ്രൗണ്ട് ഓപ്പറേഷനിലാണ് ഈ ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ഇസ്രയേലി മീഡിയ പറയുന്നത് ഈ ഒരു പ്രദേശങ്ങളിൽ ഗ്രൗണ്ട് ഓപ്പറേഷൻ വളരെയധികം അപകടം നിറഞ്ഞതും അതുപോലെ തന്നെ അൺപ്രെഡിക്റ്റബിളുമാണ് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്രയേലി സൈനികർ ഗ്രൗണ്ടിലൂടെ ഓപ്പറേഷൻ നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ വളരെയധികം അപകടം ആ ഒരു മേഖലയിൽ അവരെ കാത്തിരിക്കുന്നു എന്നാണ്. കാരണം അത്തരം മേഖലകളിൽ ഹമാസ് വളരെയധികം ശക്തമായി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത്.